ഹൈദരാബാദും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിന്റെ ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പടകൂറ്റൻ അഗ്രസീവ് ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ഒരു ടീമാണെന്ന് വാദിക്കുന്ന ഒരു ടീമാണ് ഹൈദരാബാദ്. അത്തരത്തിലുള്ള ഒരു ഹൈദരാബാദിനെ 163 റൺസിന് ഡൽഹി ഒതുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഡൽഹി 16 ഓവറിൽ ഈ പറയുന്ന 166 റൺസ് മറികടക്കാൻ ചെയ്തിട്ടുണ്ട്. അത് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് പോയേക്കുന്നത്. ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഹൈദരാബാദിന്റെ കാര്യത്തിൽ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമാണെന്ന് എന്തുദ്ദേശത്തിൽ നിങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരും അല്ലെ 11 പേരും അടുത്ത ബോളിൽ കിട്ടുന്ന ബോളിലെല്ലാം അടിക്കും എന്ന് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ടീമിനെ അല്ല ഒരിക്കലും നിങ്ങൾ ബാറ്റിംഗ് സ്ട്രെങ്ത് വളരെ വലുതാണെന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. നിങ്ങളുടെ ബാറ്റിംഗ് ലൈനപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ എല്ലാ തരത്തിലുള്ള ബാറ്റർമാരും ഉണ്ടായിരിക്കണം. ഒന്ന് കണ്ണും പൂട്ടി അടിക്കുന്നവരുണ്ടായിരിക്കണം, മറ്റൊന്ന് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കണം, മറ്റൊന്നൊരു കുറച്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാലും അവിടെ നിന്ന് കുറച്ച് ബോളുകൾ കളിച്ച് കുറച്ച് റൺസുകൾ പതിയെ കയറ്റി കളി അവസാനത്തേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള താരങ്ങൾ ഉണ്ടായിരിക്കണം. അവസാനം വരുമ്പോൾ ഇതുപോലെ കണ്ണും പൂട്ടി അടിക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബാറ്റേഴ്സുമാർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണെന്ന്, ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. പവർ പ്ലേ തന്നെ 4 വിക്കറ്റ് നിങ്ങൾ ഡൗൺ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്ക് ഫുഡിലാണ്. അപ്പൊ അതനുസരിച്ച് ബാറ്റ് ചെയ്യുക, കുറച്ചുകൂടെ മത്സരം അവസാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഞങ്ങൾ വലിയ സ്ഫോടനാത്മക ബാറ്റിംഗ് ശൈലി ഉള്ളവരാണ്, ഞങ്ങൾ അങ്ങനെ കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 2 കളിൽ അടുപ്പിച്ച് വീണ്ടും തോൽക്കും. പിന്നെ ഹൈദരാബാദിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും കാര്യമില്ല, നിങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഉയർന്നു വന്നില്ലെങ്കിൽ അത് വളരെ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹൈദരാബാദ് 3 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ 3 മത്സരങ്ങളുടെയും ബോളർമാരുടെ പ്രകടനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഫ്ലോപ്പ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം തന്നെയാണ് ഹൈദരാബാദിന്റെ ബോളേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ തന്നെ നോക്കുക, 163 റൺസിന് ബാറ്റർമാരെല്ലാം ഫ്ലോപ്പ് ആയി. ശരി, ഔട്ടായി പോയി, ഓൾ ഔട്ട് ആയി പോയി, റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെയും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ മത്സരത്തെ ഞങ്ങൾ ജയിപ്പിക്കും എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം. പക്ഷെ ഇവിടെ 16 ഓവറിൽ 166 റൺസ് പോയി വെറും 3 വിക്കറ്റ് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പ്രഷറോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സോ ഒന്നും ഡൽഹിക്ക് കൊടുക്കാനായിട്ട് ഹൈദരാബാദ് ബോളേഴ്സിന് കഴിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ ബോളിംഗും ബാറ്റിംഗും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടൂർണമെന്റ് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് 1-2 മത്സരങ്ങൾ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ DRS മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അതിന്റെ ലിങ്ക് നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.